റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കേരളത്തെ തകർത്ത പ്രളയം മനുഷ്യനിർമ്മിതമായിരുന്നുവെന്ന മാത്യു കുഴൽനാടന്റെ ആരോപണം തെരഞ്ഞെടുപ്പിൽ തനിക്ക് വലിയ ക്ഷീണമുണ്ടാക്കിയെന്ന മാത്യു ടി തോമസ് റിപ്പോർട്ടറിനോട്. 2021 ചർച്ചയാകാത്ത വിഷയം ഇത്തവണ വരുമെന്ന് താനൊട്ടും പ്രതീക്ഷിച്ചില്ല. തിരുവല്ലയിൽ LDFന്റെ വോട്ട് BJPക്ക് പോയി. BJPയിലേക്ക് ഇത്രയധികം വോട്ട് മറിയുമെന്ന് കരുതിയില്ല. LDFന്റെ വോട്ട് കുറഞ്ഞത് പരിശോധിക്കണമെന്നും മാത്യു ടി തോമസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. മുൻ മന്ത്രിയും തിരുവല്ലയിലെ LDF സ്ഥാനാർത്ഥിയുമായിരുന്ന മാത്യു ടി തോമസ് ആണ് നമ്മോടൊപ്പം ഉള്ളത്. എന്തുകൊണ്ടാണ് ഇത്തവണ 3ാം സ്ഥാനത്തേക്ക് പോയത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ വലിയ തോതിലുള്ള UDFന് അനുകൂലമായ ഒരു വോട്ടുണ്ടായി. പക്ഷെ തിരുവല്ലയിൽ ഞാൻ കഴിഞ്ഞ 2021 മത്സരിക്കുമ്പോൾ ജയിച്ച 11,400 വോട്ടിന് ജയിച്ച സമയത്തെ, അത്രയും ഭൂരിപക്ഷത്തിന് ജയിച്ച സമയത്തെ വോട്ടുകളേക്കാൾ UDF 1,500 വോട്ടേ കൂടുതൽ നേടിയിട്ടുള്ളൂ. എന്നാൽ അതേസമയം തന്നെ LDFന്റെ വോട്ട് 20,000 വോട്ട് കുറഞ്ഞു. വർധനവുണ്ടായത് BJPക്കാണ്. BJPക്ക് വർധനവുണ്ടായ കാരണങ്ങളെ സംബന്ധിച്ച് പരിശോധന നടക്കണം. ഇത്തവണ UDFന് അനുകൂലമായിട്ടാണ് ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നത്. അത് ഭരണവിരുദ്ധ വികാരമെന്ന് പറയാനുണ്ടാകുന്ന ഘടകങ്ങൾ എത്ര അന്വേഷിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഭരണവിരുദ്ധ വികാരമായി എന്നെ വ്യാഖ്യാനിക്കണമെങ്കിൽ ഭരണത്തിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടാകണം. ഒരു മന്ത്രിക്കെതിരെ പോലും കൃത്യമായ അഴിമതി ആരോപണമില്ല. ചിരിക്കുന്നില്ല, സംസാരിക്കുന്നില്ല എന്ന് പറയുന്നൊരു വികാരം ഉണ്ടാക്കേണ്ട കാര്യമല്ലല്ലോ. ഈ ഭരണവിരുദ്ധ വികാരം, മുഖ്യമന്ത്രി ചിരിച്ചത് പോരാ, അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നു. നിലപാടുകളുള്ള ആളുകൾ ചിലപ്പോൾ ദേഷ്യപ്പെട്ടെന്നിരിക്കും. തെറ്റായ ശരിയല്ലാത്ത വഴികൾ കാണുമ്പോൾ കയർത്തുന്നിരിക്കും. അതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ അതൊരു ഭരണവിരുദ്ധ വികാരത്തിന് വേണ്ടി ഉണ്ടാകേണ്ടുന്ന ഒരു ഘടകവും ഈ 10 വർഷത്തിനിടയിൽ ഒരു അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ മാത്യു കുഴൽനാടൻ MLA തെരഞ്ഞെടുപ്പ് ആ സമയത്ത് ഒരു ആരോപണം അങ്ങക്കെതിരെ ഉന്നയിച്ചിരുന്നു. 2018 മഹാപ്രളയവുമായി ബന്ധപ്പെട്ടാണ്. അത് തൊട്ടടുത്ത ദിവസം നടന്ന തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അങ്ങേക്കൊരു ക്ഷീണം വന്നതായി കരുതുന്നുണ്ടോ? ഏതായാലും ഞാനിപ്പോൾ തോറ്റ ഭൂരിപക്ഷത്തിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ തോൽപ്പിക്കാനുള്ളൊരു ഘടകമായി മാറി എന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് ക്ഷീണം വരുത്തിയിട്ടുണ്ടാകാം. എനിക്ക് അതിൻ്റെ അകത്തുണ്ടായൊരു ബുദ്ധിമുട്ട്, 8 വർഷം മുമ്പാണ് മഹാപ്രളയം ഉണ്ടാകുന്നത്, 2018. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുന്ന ദിവസമാണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്. അതിന് മറുപടി പറയാനുള്ള എല്ലാ രേഖകളും എൻ്റെ കൈവശമുണ്ട്. പക്ഷേ അത് തിരുവനന്തപുരത്ത് ഓഫീസിലാണ്. ഒരിക്കലും ഈ സമയത്ത് 2021 തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തിട്ടില്ലാത്തൊരു വിഷയം ഈ 8 വർഷത്തിൻ്റെ നിയമസഭയിൽ നിരവധി തവണ അദ്ദേഹം പ്രസംഗിപ്പിച്ചപ്പോഴും മറ്റാരും പ്രസംഗിച്ചപ്പോഴോ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ അവസാന ദിവസം എടുത്തിടും എന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ എൻ്റെ മുറി വെക്കേറ്റ് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ എല്ലാ റെക്കോർഡുകളും എടുത്തോണ്ട് വന്നിട്ടുണ്ട്. 8 കൊല്ലം മുമ്പായോട് ഞാനും ഒന്ന് വീണ്ടും പഠിക്കേണ്ടിയിരിക്കുന്നു. കൃത്യമായി അത് പഠിച്ച് അതിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കി സംക്ഷിപ്ത രൂപമെടുത്ത് അതിൻ്റെ ഒരു വിശദമായ മറുപടി നവമാധ്യമങ്ങളിലൂടെയോ അല്ലാതെയോ ജനങ്ങളുമായി പങ്കുവെക്കണം. കാരണം തെറ്റിദ്ധരിച്ച ആളുകൾ ഇരിക്കാൻ പാടില്ല. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട. TV പ്രസാദ് ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. പ്രസാദ്, തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ഗുരുതരമായ ആരോപണമാണ് ഈ പ്രളയം മനുഷ്യനിർമ്മിതമാണ്. അതിൽ മാത്യു ടി തോമസിനെതിരെയും ശക്തമായ ആരോപണങ്ങളും കടുത്ത വിമർശനങ്ങളും മാത്യു കുഴൽനാടന്റെ ഭാഗത്ത് നിന്നുണ്ടായത് നമ്മൾ കണ്ടു. അത് തെരഞ്ഞെടുപ്പിനെ ബാധിച്ചുവെന്നാണ് ഇപ്പോൾ മാത്യു ടി തോമസിന്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രസാദ്? കീർത്തന ഷിഹാസ് പറഞ്ഞതുപോലെ ഗുരുതരമായ ആരോപണമായിരുന്നു അന്ന് മാത്യു കുഴൽനാടൻ മാത്യു ടി തോമസിനെതിരെ ഉന്നയിച്ചിരുന്നത്. അത് വലിയ ചർച്ചയാവുകയും ചെയ്തു. അത് മണ്ഡലത്തിൽ ഉൾപ്പെടെ സജീവ ചർച്ചയായി. പക്ഷേ ഇപ്പോൾ മാത്യു ടി തോമസ് തന്നെ പറയുകയാണ് അത് തനിക്ക് തെരഞ്ഞെടുപ്പിൽ ക്ഷീണം ചെയ്തു എന്ന് പറയുന്നതോടുകൂടി അതിന്റെ ഒരു ഗ്രാവിറ്റി എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയാൻ പറ്റുന്നേ ഉള്ളൂ. ആ സമയത്ത് വേണ്ടത്ര മറുപടി പറയാൻ കഴിഞ്ഞില്ല. തനിക്ക് എന്റെ കയ്യിൽ ഡോക്യുമെന്റുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം മന്ത്രി ഓഫീസിലായിരുന്നു എന്നൊക്കെയാണ് മാത്യു ടി തോമസ് പറയുന്നത്. തത്വത്തിൽ ഉണ്ടായത് തിരുവല്ലയിൽ അപ്രതീക്ഷിതമായ തിരിച്ചടി, അത് വലിയ തോൽവിയാണ് ഉണ്ടായതെന്നതാണ്. 10,000-ലേറെ വോട്ടുകൾക്കാണ് മാത്യു ടി തോമസ് തോറ്റത്. തോറ്റു എന്ന് മാത്രമല്ല 3ാമത് പോവുകയും ചെയ്തു. അവിടെ BJPയുടെ അനൂപാണ് രണ്ടാമതായിട്ട് വന്നത്. 1ാമത് UDF, 2ാമത് BJP, 3ാമതായി പോയി മാത്യു ടി തോമസ് എന്നുള്ളതാണ്. മാത്രവുമല്ല ഇതിൽ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം LDF വോട്ടുകൾ BJPക്ക് പോയി എന്ന് മാത്യു ടി തോമസ് പറയുന്നുണ്ട്. ഏറ്റവും ഗുരുതരമായ ആരോപണമാണത്. ഏത് സാഹചര്യത്തിലാണ് LDF വോട്ടുകൾ BJPയിലേക്ക് പോകാനുള്ള
സാഹചര്യം ഉണ്ടായത് എന്ന് അവിടെ തിരുവല്ലയിൽ പരിശോധിക്കേണ്ടി വരും മുന്നണിക്കും പാർട്ടിക്കും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലുള്ളത് മാത്യു കുഴൽനാടൻ അന്ന് ഉന്നയിച്ച ആരോപണം അത് വലിയ തോതിൽ, കാരണം ആ പ്രചരണം അവസാനിക്കാനുള്ള അവസാന ദിവസം, ആ ദിവസമാണ് മാത്യു കുഴൽനാടന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു ആരോപണം ഉണ്ടാകുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും ചർച്ച ചെയ്യുന്ന നിലയിലേക്ക് വന്നു, എല്ലാ നേതാക്കളും ഏറ്റെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നു. അതിൽ കൃത്യമായ ഒരു മറുപടി കൊടുക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ അതിന്റെ ബലിയാടാവുകയാണോ താൻ എന്ന രീതിയിലാണ് ഇപ്പോൾ മാത്യു ടി തോമസ് സംസാരിക്കുന്നത്. എന്തായാലും ഗുരുതരമായ ആ ആരോപണത്തിന് മറുപടി ഉണ്ട് എന്ന് മാത്യു ടി തോമസ് പറയുന്നു. മന്ത്രി ഓഫീസിൽ പേപ്പർ ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇനിയും ആ മറുപടി പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു. അങ്ങനെ മറുപടി ഉണ്ടെങ്കിൽ എന്തായാലും ഈ വിഷയം, അതായത് തിരുവല്ലയിലെ LDF സ്ഥാനാർത്ഥി മാത്യു ടി തോമസ് മൂന്നാമത് പോയത് സംബന്ധിച്ചുള്ള വലിയ ചർച്ച മണ്ഡലത്തിൽ സജീവമാണ്. മൂന്നാമത് പോവുകയും ചെയ്തു. LDF വോട്ടാണെങ്കിൽ BJPയിലേക്ക് പോവുകയും ചെയ്തു എന്ന് മാത്യു ടി തോമസ് പറയുക തന്നെ ചെയ്യുന്നു. കീർത്തന, ഷിഹാസ്. ശരി, TV പ്രസാദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മാത്യു കുഴൽനാടന്റെ ആരോപണം തിരിച്ചടിച്ചു എന്നാണ് ഇപ്പോൾ മാത്യു ടി തോമസിന്റെ പ്രതികരണം.